especially in your glorious hands on us, Father. As we dive into the word, Father, we need your grace, we need your anointing, we need your love, Father. We're submitting each and every one of us in your glorious hands. In Jesus' most precious name I pray. Amen. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. हमारी आवाज को सुनने वाले हर एक भाई और बहनों को यीशु मसीह के नाम से स्वागत करते हैं. ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. एक बार फिर परमेश्वर ने अवसर दिया कि उसके वचन के साथ खड़े रहने के लिए परमेश्वर ने जो अवसर दिया, इसलिए हम प्रभु को धन्यवाद करते हैं. പ്രതിസന്ധികൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് ദൈവം നമ്മെ ഇന്നയോളം കാത്ത ദൈവത്തിന്റെ വിശ്വസ്തതയും കരുണയും ഓർത്ത് ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. और कई कठिनाइयों के, कई परेशानियों के बीच में यहाँ तक प्रभु ने हमें चलाया, उसके लिए हम प्रभु को धन्यवाद करते हैं. ഇന്ന് നാം ചിന്തിക്കുന്ന വേദവചനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. आज के दिन में ये वचन जो आप बोलने जा रहे हैं, आप सबके जीवन में एक आशीष का होने पाए ये वचन. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദ പുസ്തകത്തിലെ 20-ാം സങ്കീർത്തനം 1-ാം വാക്യം ആമേൻ വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക. आज सुबह के मनन के लिए मैं पढ़ना चाहूंगा भजन संहिता 20 उसका पहली आयत मैं पढ़ना चाहूंगा. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. संकट के दिन यहोवा तेरी सुन ले, याकूब के परमेश्वर का नाम तुझे ऊंचे स्थान पर नियुक्त करे. 20-ാം സങ്കീർത്തനം ഒരു രാജകീയ സങ്കീർത്തനമാണ്. और भजन संहिता 20 एक राजकीय जो है भजन संहिता है. യുദ്ധത്തിനായിട്ട് കടന്നു പോകുന്ന ദാവീദ് രാജാവ് അതിനു മുമ്പായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ തന്റെ ജനം ഒരുമിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് 20-ാം സങ്കീർത്തനം. युद्ध में जाने से पहले दाऊद जो है सबसे पहले परमेश्वर के भवन में आने के लिए तैयार रहते हैं. उसी के साथ साथ उसके सारे सहकर्मी लोग भी उस भवन में आकर जो है परमेश्वर से प्रार्थना करने के लिए तैयार हो जाते हैं. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ये भजन संहिता जब हम पढ़ते हैं, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരത്തിലേക്ക് ഉയരുമ്പോൾ, जब प्रार्थना का जो है आवाज जब ऊपर की ओर जब जाती है, ജയത്തിന്റെ വിടുതൽ ഭൂമിയിൽ അനുഭവിച്ചറിയുകയാണ്. और वो जय के जो है छुटकारा वो पृथ्वी पर दिखने लगता है. മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഉത്തരം തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. और मनुष्य के कोई भी परिस्थिति में क्यों ना हो, सर्वशक्तिमान परमेश्वर उस सारे परिस्थितियों में उत्तर देने के लिए सक्षम है. മനുഷ്യന്റെ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ ഉയരത്തിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവം അവന് ഭൂമിയിൽ മറുപടി നൽകുവാനിടയായി തീരും. मनुष्य परिस्थितियों से जब जाता है, जब वो अपनी आंखें उस पर्वत ऊपर की ओर लगाता है, तो परमेश्वर उसको उत्तर देने के लिए यहाँ पर पृथ्वी पर आता है. 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. पहली आयत में हम पढ़ते हैं कि संकट के दिन यहोवा तेरी सुन ले करके लिखा है. ആമേൻ. ലോകത്തിലെ മനുഷ്യന് എല്ലാ സാഹചര്യത്തിലും തക്കതായ ആമേൻ മറുപടി നൽകുവാൻ പ്രയാസമാണ്. संसार में देखा जाए तो मनुष्य के जीवन में सारे चीजों का उत्तर मिलना बड़ा संभव है. ആമേൻ. എന്നാൽ ഏതു സാഹചര്യത്തിലും ഏതു വേളയിലും തക്കതാകുന്ന മറുപടി നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് ആമേൻ കഴിയും. परंतु हर एक परिस्थितियों में सर्वशक्तिमान परमेश्वर है जो मनुष्य के लिए उत्तर दे सकता है. ആമേൻ. യിരെമ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ यिर्मयाह की पुस्तक 33वां अध्याय उसकी 3वीं आयत में हम पढ़ते हैं, അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരവും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. वहां पे उस प्रकार से लिखा है, मुझसे प्रार्थना कर और मैं तेरी सुनकर तुझे बड़ी बड़ी और कठिन बातें बताऊंगा जिन्हें तू अभी नहीं समझता. ദൈവത്തിന്റെ മുൻപിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. और परमेश्वर के सामने सारे प्रश्नों का उत्तर है. യേശു കർത്താവിനെ നോക്കുമ്പോൾ അവന്റെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരുന്നു കൊണ്ട് അവരുടെ ചോദ്യം
प्रश्नों का वहां पर वो उत्तर दे रहा है। പലപ്പോഴും പരീശന്മാരും ന്യായശാസ്ത്രിമാരും യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ ശ്രമിച്ചു. और कई फरीसी लोग, कई शास्त्र लोग, वो कई उस चीज का जवाब देने के लिए यीशु मसीह के लिए तैयार हो गए। എന്നാൽ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും തക്കതാകുന്ന മറുപടി നൽകുവാൻ യേശു കർത്താവിന് കഴിഞ്ഞു. और उनके सारे प्रश्नों का जो उत्तर है, वो सारे चीजों का उत्तर यीशु मसीह ने दिया। ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തക്കതാകുന്ന മറുപടി നൽകുവാൻ സർവശക്തനായ കർത്താവിനിടയായി തീരും. हमारे जीवन में सारे प्रश्नों का जीवन में जो उत्तर है, वो हमारे यीशु मसीह के पास है। യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവൻ ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിലുള്ള അധ്യായമാണ്. और यूहन्ना की रचित सुसमाचार 11वें अध्याय, वहां पे हम लाजर के बारे में हम पढ़ते हैं। മരിച്ച് അവൻ നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിന്റെ മൃതശരീരം അടക്കിയ അവൻ കല്ലറയുടെ മുൻപിൽ യേശു കടന്നു വരികയാണ്. और लाजर जो है मृत्यु प्राकर जो है 4 दिन हो गया है, और उस कब्र के पास वहां पे यीशु मसीह आ रहा है। പലരും യേശു കർത്താവിനെ പരിഹസിക്കുവാനിടയായി തീർന്നു. कई लोगों ने यीशु मसीह का मजाक उड़ाया। കുരുടന്റെ കണ്ണു തുറന്നവൻ ഇവനെയും അവൻ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. कई अंधों को आंखें देने वाले यीशु मसीह क्या के जीवन में इसके जो है जीवित नहीं कर सका क्या, ऐसे पूछते हैं। ലാസറിന്റെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായി ഇനി ഒരു രക്ഷയുമില്ല. और लाजर की जो बहन मार्था जो है, वो कहने लगी, यीशु 4 दिन हो गया है, इस शरीर में से दुर्गंध आ गया, आने लगा है, अब वो नहीं हो सकता है। കർത്താവിന്റെ മറുപടി എങ്ങനെയായിരുന്നു? परंतु यीशु मसीह का उत्तर किस प्रकार से था? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. यदि तू विश्वास करती है तो जरूर परमेश्वर की महिमा को देखेगी। കാൽവരി ക്രൂശിലെ ഇരു കള്ളന്മാരുടെ നടുവില് കാലിലും മാടി ഏറ്റുകൊണ്ട് യേശു കർത്താവ് കിടക്കുമ്പോൾ, और यीशु मसीह जब कलवरी क्रूस पर जब लटकाया गया, 2 डाकुओं के बीच में जब था, ഒരു കള്ളൻ അവരെ പരിഹസിക്കുവാനിടയായി തീർന്നു. एक डाकू ने उसको निंदा किया। അവൻ നീ നിന്നെ തന്നെ രക്ഷിക്കാൻ ഞങ്ങളെയും രക്ഷിക്കുക. तू अपने आप को बचा और साथ भी में हम लोग को भी बचा। എന്നാൽ അനുദമിച്ച കള്ളനോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. और वहां पे जिसने जब विनती किया, जो डाकू ने, वो यीशु मसीह ने इस प्रकार से कहा, आज तू मेरे साथ स्वर्ग लोक पर होगा। പ്രതീക്ഷയില്ലാത്ത നാറ്റം വെച്ച കൈകാലുകൾ കാലിലും മാണികളാൽ അടിക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു ദൈവവേദന വിശ്വസിക്കുവാൻ വകയുണ്ട്. എന്റെ സമസ്ത വിഷയങ്ങൾക്കും ഉത്തരം തരുവാൻ എന്റെ യേശു കർത്താവിന് കഴിയോ. और जीवन में कोई आशा नहीं है, और अपने जीवन में सारे हाथ पैर मुझे बंधे हैं, कोई आशा नहीं है, परंतु जो यीशु मसीह के पास आता है, उसके जीवन में यीशु मसीह उत्तर देता है। ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ये भजन संहिता जब हम पढ़ते हैं, ദൈവം നമുക്ക് മറുപടി നൽകുവാൻ ഉത്തരം തരുവാനുള്ള 4 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. और परमेश्वर हमारे प्रार्थना को जो उत्तर देने के लिए जो है 4 प्रकार की बातें हैं। ഒന്നാമത്തെ കാരണം വസ്തുത ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നവരായിരിക്കണം. और पहली जो बात है कि हम परमेश्वर के निकट आना चाहिए, वो है पहली बात। ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ, दाऊद के जीवन में उसके सामने बहुत सी परिस्थितियां जब आ गई, ദാവീദ് ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? दाऊद ने क्या किया आप जानते हैं क्या? അവൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരികയാണ്. वो परमेश्वर के भवन में गया, वहां पे प्रार्थना करने के लिए। തന്റെ പ്രതിസന്ധികളുടെ നടുവില് उसकी परिस्थितियों के बीच में പടയാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ, और वहां पे जो है सेनाओं को जो है उसको वृद्धि नहीं किया, അവൻ തന്റെ ആയുധത്തിന്റെ എണ്ണം കൂട്ടുകയോ ചെയ്യുകയല്ല. उसके आयुध को जो है बढ़ाया नहीं, അവൻ മറിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ അവൻ തയ്യാറായി. वो तैयार हो गया कि मैं परमेश्वर के निकट जाऊं। യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? याकूब की पत्री 4 अध्याय उसकी 8वीं आयत में हम क्या पढ़ते എന്നാൽ हैं? ദൈവത്തിന്റെ അടുത്ത് ചെല്ലുവീൻ, അവൻ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. परमेश्वर के निकट आओ तो वो भी तुम्हारे निकट आएगा। 73-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യത്തില് ആസാഫ് വിളിച്ചു പറയുന്നത് പ്രകാരമാണ്, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. भजन संहिता 73 में आसाफ अपने भजन संहिता में इस प्रकार से
भजन संहिता 73 के 28 में परंतु परमेश्वर के समीप रहना यही मेरे लिए भला है. പ്രശ്നത്തിന്റെ നടുവില്, प्रश्न के बीच में, ഉത്തരം ലഭിക്കാത്ത വിഷയങ്ങളുടെ നടുവില്, जिस प्रश्न में आपको उत्तर नहीं मिल रहा, ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്ന ദൈവവേദനെ നിനക്ക് തീർച്ചയായും ഒരു മറുപടി ഉണ്ട്. जो परमेश्वर के निकट आते हैं जरूर आपके पास परमेश्वर उत्तर लेके आता है. നാം തന്നെ നമ്മുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ സ്തോത്രം പാഴായി പോകും, അതൊക്കെ സ്തോത്രം ഫലമില്ലാതെ പോകും. എന്നാൽ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവമെന്ന് ദൈവത്തിൽ നിന്നുള്ള മറുപടി ലഭിക്കുവാനിടയായി തീരും. हमारे प्रश्नों का हल हम अपने आप में जीवन में ढूंढने यदि शुरू करेंगे तो हम प्रश्न का उत्तर ढूंढ नहीं पाएंगे, असफलता की ओर जाएंगे. परंतु परमेश्वर के समीप आएंगे तो उसके लिए उत्तर जरूर है. ഈ കാലഘട്ടത്തിൽ പ്രശ്നം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് പരിഹാരത്തിനായി ഓടി വരാം. इस संसार में हम देखा जाए हमारे सारे विपरीत परिस्थितियां खड़ी है. हम ऐसे समय में हम परमेश्वर के समीप आए. രണ്ടാമത് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത് അവരുടെ ഐക്യതയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. दूसरा यहाँ पे भजन संहिता में देखते हैं उनकी एकता या यूनिटी का एक प्रार्थना. രാജാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുമ്പോൾ, राजा जब वहां पे परमेश्वर के पास आता है, ജനവും അടുത്തു വന്ന് പ്രാർത്ഥിക്കുകയാണ്. उसके साथ साथ परमेश्वर के लोग भी उसके पास आ रहे हैं. രാജാവും പ്രജയുമായുള്ള നല്ല ഒരു ബന്ധത്തെ കാണിക്കുകയാണ്. राजा और जो प्रजा है दोनों के बीच में जो एकता है वो दिखा रहा है. അവർ ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. उन लोग जो है एकता के साथ प्रार्थना करने लगे. ദൈവത്തിൽ നിന്നുള്ള വിടുതൽ ആവശ്യമാണോ? ഐക്യതയോടുകൂടിയുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ്. यदि हमारे जीवन में उत्तर चाहिए तो हमारे जीवन में सबसे पहले उसके लिए एकता में आना पड़ेगा. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്ന പ്രകാരമാണ്. और मत्ती समाचार 18वां अध्याय उसकी 20वीं आयत में इस प्रकार से पढ़ते हैं. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യബന്ധപ്പെട്ടാൽ അത് സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. और क्योंकि जहां 2 या 3 मेरे नाम से इकट्ठे होते हैं वहां मैं उनके बीच में होता हूं, ये कहता है स्वर्ग का परमेश्वर. 145-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. भजन संहिता 145 उसके 18वीं आयत में लिखा है, जितने यहोवा को पुकारते हैं अर्थात जितने उसको सच्चाई से पुकारते हैं उन सब के वह निकट रहता है. ദൈവിക വിടുതലിനായി ഐക്യതയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. और हमारे जीवन में कोई भी चीज का उत्तर यदि चाहिए तो सबसे पहले एक एकता या यूनिटी जरूरी है. ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ इस भजन संहिता के पहली आयत में जब पढ़ते हैं അവിടെ എഴുതിയിരിക്കുന്ന യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തുക, और याकूब के परमेश्वर के नाम को ऊंचा करें. പഴയ നിയമത്തിൽ പല പേരുകളിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുവാനിടയായി തീർന്നു. पुराने नियम में अलग अलग नामों से जाना जाता है. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്ന യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. और नीति वचन 18 के 10 में लिखा है, यहोवा का नाम दृढ़ गढ़ है, वहां पर उस धर्मी उसमें भागकर सब दुर्घटनाओं से बचता है. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം നാം വായിക്കുമ്പോൾ दूसरा इतिहास 7 के 14 में हम पढ़ते हैं, അവിടെ എഴുതിയിരിക്കുന്ന എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. वहां पे इस प्रकार से लिखा है, यदि मेरी प्रजा के लोग जो मेरे कहलाते हैं दीन होकर प्रार्थना करें और मेरे दर्शन के खोजी होकर अपनी बुरी चाल से फिरे तो मैं स्वर्ग में से सुनकर उनका पाप क्षमा करूंगा और उनके देश को ज्यों का त्यों कर दूंगा. യേശുവിന്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. और परमेश्वर का नाम सभी नामों में श्रेष्ठ. അവന്റെ നാമം ശാശ്വത നാമമാണ്. वो एक सबसे दृढ़ वाला नाम है. ഫിലിപ്പിയർ 2:9 നാം വായിക്കുമ്പോൾ फिलिपियों की पत्री 2:9 में पढ़ते हैं, സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴന്തോലൊക്കെയും മടങ്ങുന്ന നാമമാണ്. अरे जो नाम हर एक लोग का घुटना उसके सन्मुख में घुटना टिकेगा करके लिखा ഈ है. നാമം വിളിച്ചു ചൊല്ലി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ മറുപടി നിശ്ചയമായി ലഭിക്കുവാനിടയായി. यदि हम इस नाम को लेते हैं तो जरूर हमारे जीवन में उत्तर मिलेगा.
मिलेगा। ഈ നാമം വിളിച്ചു ചൊല്ലുന്നവനെ ഇന്നും രക്ഷിക്കുവാൻ യേശുവിന് കഴിയോ? जो उसके नाम को, ये नाम को पुकारते हैं तो जरूर उसके जीवन में प्रभु उत्तर देता है। നാലാമത്തെ വിഷയം അതിന്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ആമേൻ സ്തോത്രം കഷ്ടതയുടെ നടുവിലുള്ള ആരാധനയാണ്. और यहाँ पे चौथी जो बात है, संकट के बीच में आराधना। ആമേൻ പഴയ നിയമ കാലഘട്ടത്തില് ആടിനെയും കാളയെയും പ്രാവിനെയും ആമേൻ സ്തോത്രം ആരാധനയ്ക്കായി കൊണ്ടുവന്ന് യാഗം കഴിക്കുമ്പോൾ और पुराने नियम में वहां पे जो भी करने के लिए तैयार हो जाते हैं। ആമേൻ പുതിയ നിയമത്തിലെ റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ और रोमियो की पत्री 12वां अध्याय उसका 1 और 2 में पढ़ते हैं। പൗലോസ് വിളിച്ചു പറയുന്നു, पौलुस कहता है, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, इसलिए हे भाइयों मैं तुमसे परमेश्वर की दया दिलाता हूं। നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് ഉള്ളാകുന്ന യാഗമായി സമർപ്പിപ്പേ. अपने शरीर को जीवित, पवित्र और परमेश्वर का भावता हुआ बलिदान करके चढ़ाओ, यही तुम्हारी आत्मिक വിശുദ്ധിയിലുള്ള ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. और परमेश्वर उससे प्रसन्न होता है जो पवित्रता से आराधना करता है। കഷ്ടത വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വാക്കുകളിലൂടെ ദൈവത്തെ വേദനിപ്പിക്കുന്ന സ്വന്തം ശബ്ദങ്ങൾ കടന്നു വരും. जब कष्ट हमारे जीवन में आते हैं तो कई प्रकार के दर्द वाली बातें हमारे मुंह से निकलती हैं। എന്നാൽ യോബിന്റെ കണക്ക് കഷ്ടതയുടെ നടുവിലും നാവ് കൊണ്ട് പാപം ചെയ്യാതെ ആമേൻ സ്തോത്രം ദൈവസന്നിധാനത്തിൽ ആരാധിക്കുന്നവരായിരിക്കണം. और हम जो है अय्यूब के समान बने, कष्ट के बीच में भी उसने अपने जुबान से पाप नहीं किया। യോബ് 1:22 പറയുന്നത്, ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. अय्यूब 1:22 में लिखा है, इन सब बातों में भी अय्यूब ने ना तो पाप किया और ना परमेश्वर पर मूर्खता से दोष लगाया। 2:10 പറയുന്നത്, अय्यूब 2:10 में लिखा है, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. जिस परमेश्वर से हम सुख जो लेते हैं उसी हाथ से हम कष्ट भी लेना जरूरी है। ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന നമ്മുടെ കഷ്ടതയുടെ നടുവില്, इन दिनों में हम इस संकट के बीच में, ലോകം മുഴുവനും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, संसार पूरा दर्द से जा रहा है, ആമേൻ നമുക്ക് ഉത്തരം തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയോ? हमारे जीवन में उत्तर देने के लिए एक सर्वशक्तिमान परमेश्वर। ക്രൂശിലേക്ക് നോക്കി ഒന്ന് നിലവിളിച്ചാൽ മതി, ദൈവത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയോ? अब अपनी आंखें उस क्रूस की ओर देखें, उत्तर जरूर है। ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് വരാം. आइए हम परमेश्वर के समीप आएं, ഐക്യതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. एक यूनिटी के साथ, एकता के साथ प्रार्थना करें। കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. आइए उसके नाम को हम ऊंचा करें, വിശുദ്ധിയോടുകൂടി അവനെ ആരാധിക്കാം. पवित्रता से हम उसकी आराधना करें। ദൈവത്തിന്റെ മറുപടി നിശ്ചയമായി നമുക്ക് ലഭിക്കും. और जो है हमारे जीवन में जो उत्तर है वो निश्चय मिलेगा। ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु आप सबको आशीष करने കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. आइए अपनी आंखों को बंद करेंगे, प्रार्थना। പിതാവി വചനത്തിനു മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. स्वर्ग के परमेश्वर, इस वचन के आधार पर हम अपने आप को समर्पित ഈ വചനം കർത്താവ് കേട്ട ജനത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ये वचन प्रभु जी हर एक के जीवन में आशीष का कारण बनने पाए। ആമേൻ. മറുപടി ഇല്ലാത്ത വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് ഈ വചനം ഒരു വിടുതലായി വെളിപ്പെടുവാൻ സഹായിക്കും. कई लोग जो कष्ट के बीच में जा रहे हैं प्रभु जी, ये वचन उनके जीवन में आशीष का कारण बनने पाए। ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരോടും കൂടെ ഇരിക്കണം. प्रभु की आशीष हर एक के जीवन में होने पाए, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ. आमीन। ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आप सबको बहुत आय से आशीष करने पाए।